ആര് കുറ്റം ചെയ്താലും തെറ്റാണ്. പോലീസ് സത്യസന്ധമായി നീതിപൂർവമായി നടപടി സ്വീകരിക്കും. പിന്നെ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം ഇപ്പോൾ ആദ്യത്തതാ. എന്നെ 3 പ്രാവശ്യം ബോംബ് എറിഞ്ഞില്ലല്ലോ പാനൂരിൽ. എൻ്റെ എറിഞ്ഞിരുന്നു 3 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഒരു കുഞ്ഞിക്കണ്ണൻ കൊല ചെയ്യപ്പെട്ടു, RSSകാർ കൊല ചെയ്തു, കൈവലിക്കൽ. അവിടെ പോയി വരുമ്പോൾ 3 ആംഗിളിൽ നിന്നിട്ടാണ്, അത് ഒരു റോഡിൻ്റെ ആംഗിളിൽ നിന്ന് ആദ്യം ബോംബ് എറിഞ്ഞു. തിരിച്ച് മറ്റൊരു ടേണിങ്ങിലേക്ക് വരുമ്പോൾ അവിടുന്ന് വേറൊരു സെറ്റ് ബോംബ് എറിഞ്ഞു. അവിടുന്ന് റോഡിലേക്ക് വരുമ്പോൾ വേറൊരു സെറ്റ് ബോംബ് എറിഞ്ഞു. 3 പ്രാവശ്യം ഒരു യാത്രയിൽ ബോംബ് എറിഞ്ഞു. പിന്നെ ഞാൻ ഒരു ദിവസം അവിടെ നമ്മുടെ രക്തസാക്ഷി ദിനം, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബോംബ് എറിഞ്ഞു. അന്നാണ് നമ്മുടെ കാറിൻ്റെ ഡോറ് തകർന്നു പോയത്. അതാണ് പാനൂർ. BJP RSSകാർ നേരത്തെ തന്നെ ബോംബ് നിർമ്മിക്കുന്നൊരു പ്രദേശമാണത്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ശരിയാണ്. തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. തെറ്റ് ചെയ്താൽ ആര് തെറ്റ് ചെയ്താലും തെറ്റാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പക്ഷേ ഇതൊരു എന്തോ ഒരു CPM-കാർ ചെയ്തതുപോലെ എന്ന് വരുത്തി തീർക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ. 2011 നാദാപുരം തരിക്കാട്ടേരി ബോംബ് സ്ഫോടനം നടന്നില്ലേ? 5 മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സ്ഫോടനത്തിൽ മരിച്ചത്. 2013 വീണ്ടും ബോംബ് പൊട്ടിയവിടെ 8 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 4 പേർ ഇന്നും ജീവച്ചവകളായി ജീവിക്കുന്നുണ്ട്, കണ്ണില്ല, കാലില്ല, കൈയില്ലാത്തവരായിട്ട്. മൊകേരി വള്ളിയായിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി കോൺഗ്രസ്സുകാരൻ മരിച്ചില്ലേ? നമ്മുടെ പയ്യന്നൂർ ആലക്കാട് അവിടെ 2 കൈയില്ലാത്ത ഒരാളുണ്ട്, അത് BJPയുടെ അവിടുത്തെ നേതാവാണ്, പ്രാദേശിക നേതാവ്. ബോംബ് പൊട്ടി മരിച്ച ബോംബ് നിർമ്മിക്കുമ്പോൾ. ഇവിടെ തന്നെ പാനൂർ 2 ബോംബ് ഉണ്ടാക്കിയിട്ട് ബോംബ് മാറ്റുമ്പോൾ ബോംബ് സ്ഫോടനം നടന്നു, 2 പേര് മരിച്ചില്ലേ? RSSകാർ ബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ബോംബ് നിർമ്മിച്ച് ബോംബ് പൊട്ടി 2 പേര് മരിച്ചില്ലേ? ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇല്ലായ്മ ചെയ്യാൻ പോലീസ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിലതൊക്കെ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി കാണണം. ഇവിടെ ആര് തെറ്റായ നിലപാട് സ്വീകരിച്ചാലും ആ തെറ്റായി കണ്ട് നിയമ നടപടികൾ സ്വീകരിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇടതുപക്ഷവുമാണുള്ളത്. നിങ്ങൾ ഇതെല്ലാം പറയും. ഈ കോൺഗ്രസിൻ്റെ DCC ഓഫീസില്ലേ, ആ DCC ഓഫീസിൽ ഇന്ത്യ ടുഡേ, കേരളത്തിലെ പ്രമുഖമായൊരു മാധ്യമമില്ലേ, അതിൻ്റെ ഒരു ലേഖൻ, എനിക്ക് ജേക്കബ് ജോർജ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ DCC ഓഫീസിൽ പോയി. ഇപ്പോൾ അദ്ദേഹം ചില ചാനൽ ചർച്ചയിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അവിടെ പോകുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള മുറിയിൽ ഒരു ഹാഫ് നിക്കർ, കറുത്ത ഹാഫ് നിക്കറും കറുത്ത ഒരു ബനിയനും കറുത്തിട്ടൊരാൾ ഒരു മേശേൻ്റെ മേലെ കമിഞ്ഞ് കിടന്നിട്ട് എന്തോ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബോംബ് നിർമ്മിക്കുന്നതൊന്നും അറിയില്ല. അദ്ദേഹം ചോദിച്ചു, ഇതെന്താ ചെയ്യുന്നത്? അത് ബോംബ് നിർമ്മിക്കുകയാണ്. ആര് പറഞ്ഞ? കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി. അപ്പോൾ ഇതിങ്ങനെ ബോംബ്, ഞങ്ങളിങ്ങനെ പല ബോംബും നിർമ്മിക്കുന്നുണ്ട്, നിങ്ങൾ കാണണോ? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നോക്കുമ്പോൾ ബോംബ് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ബോംബിങ് എടുത്തു. ഈ ബോംബ് പൊട്ടിയാൽ ഭയങ്കര ശബ്ദവും പുകയായിരിക്കും, ആൾ മരിക്കില്ല. പിന്നെ പറഞ്ഞു രണ്ടാമതൊരു ബോംബ് എടുത്തു. ആ ബോംബ് ഇത് കണ്ടോ, ഇത് പൊട്ടിയാൽ മാരകമായി പരിക്ക് പറ്റും, മരിക്കില്ല. മൂന്നാമത്തെ ബോംബ് എടുത്തിട്ട് പറഞ്ഞു ഇത് പൊട്ടിയാൽ അടുത്തുള്ള ആളെല്ലാം ചെതറിപ്പോവും. ഈ 3 സൈസ് ബോംബ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. DCC സെക്രട്ടറി, അതാ കോൺഗ്രസ് പാർട്ടി. ഇവിടെ നമ്മുടെ ആലക്കോട് കാർഷിക വികസന ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ കാർഷിക വികസന ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് നേരെ കോൺഗ്രസ്സുകാർ ബോംബെറിഞ്ഞില്ലേ? അന്ന് DYSP ആയിട്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാലിൽ മാരകമായ പരിക്ക് പറ്റി. എത്ര ഭീകരമായിരുന്നു! ഇതെല്ലാം ആരാ നടത്തിയത്? ബോംബ് നിർമ്മിച്ച് നടക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് ഇതെല്ലാം നിർമ്മിച്ച് ആളുകളെ കൊന്ന് അതിൻ്റെയൊക്കെ പരിചയം നേടി അതിൽ നിന്നൊക്കെ നിൽക്കുന്ന നേതാക്കൾ CPM-ൻ്റെ നേരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചൊന്നും പുറപ്പെടേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും ഒരതിക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല.
തികച്ചും ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വം. ഏത് സ്ഥലത്തും ഒരു തരത്തും ബോംബ് നിർമ്മിക്കാൻ പറ്റില്ല. നിയമവിരുദ്ധ പ്രവൃത്തിയാണത്. പോലീസ് ജാഗ്രതയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും പരിശോധിക്കുന്നുണ്ട്, പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല. അതുകൊണ്ട് ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കലും സംഭരിക്കലും ഒക്കെ BJPയുടെയും RSSൻ്റെയും കോൺഗ്രസിൻ്റെയും പരിപാടിയായിരുന്നു. അതല്ല ഇടതുപക്ഷം. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള പാനലിലുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനം അത് ചെയ്യാൻ പാടില്ലാത്ത കുറ്റം ചെയ്തിട്ടുണ്ട്. അത് കച്ചവടത്തിനാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ പല പ്രദേശത്തും അറിയുന്നവർക്കറിയാം, ബോംബ് നിർമ്മിച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ പലരും. ഈ വിഷുവിനിറങ്ങുന്ന പടക്കങ്ങൾ അവിടെ ധാരാളം നിർമ്മിക്കലുണ്ട്. അങ്ങനെ അത് ജനങ്ങളുടെ ആകെ സഹകരണത്തോടു കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഇല്ലായ്മ ചെയ്യാനല്ലേ പോകേണ്ടത്? അതിന് പകരം ഈ സംഭവം നടന്ന ഉടനെ CPMൻ്റെ മേലെ ചാർത്തി കൊടുത്തു. അത് കുറ്റവാളികളെ രക്ഷിക്കാനാണ്, നടപടി എടുക്കാതിരിക്കാനാണ്, നടപടി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി നോക്കിയിട്ടല്ല ഇത്തരം കേസുകളിൽ നിലപാട് സ്വീകരിക്കാറ്. കുറ്റം ആര് ചെയ്താലും കുറ്റമാണ്, തെറ്റ് തെറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ, സമാധാനപരമായ ജീവിതം ജനങ്ങൾക്ക് നൽകാൻ എല്ലാ തരത്തിലുള്ള നടപടികളും ജനസംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളും. ആ കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.